Okay, listen here. Close your textbook and notebook. And what are pet animals? What are pet animals? Anvida K. What are pet animals? Pet animals എന്ന് വെച്ചാൽ എങ്ങനെയുള്ള മൃഗങ്ങളാണ് എന്നാണ്. അൻവിത അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൻവിത എന്താണ്? Okay, what are pet animals? What kind of animals is called pet animal? എങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ പെറ്റ് ആനിമൽസ് എന്ന് പറയാറ്? അറിയോ മോളെ അൻവിത? പഠിച്ചിട്ടില്ല അല്ലേ? എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലെ? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്ബുക്കിലേക്ക് എഴുതിയോ? ഓക്കെ, നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടില്ലെങ്കിൽ അത് നോട്ട്ബുക്കിലേക്ക് എഴുതണേ. നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് പഠിക്കാനുള്ളത് പഠിക്കണം കേട്ടോ മോളെ. ഓക്കെ, ബിയോണ. Animals we keep at home are called pet animals. Okay, the animals we keep at home are called pet animals അല്ലേ? ബിയോണ പറഞ്ഞത് കേട്ടോ എല്ലാരും? എന്താണ്? നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആനിമൽസിനെയാണ് എന്ത് പെറ്റ് ആനിമൽസ് എന്ന് പറയാറ്. Then how will you care for your pet? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പെറ്റ്സിനെ കെയർ ചെയ്യാറ് എന്നാണ്. അയാൻ എങ്ങനെയാണ്? How will you care for your pets? Unmute ചെയ്തേ അയാൻ. Okay. How will you care for your pets? Dog. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പെറ്റ് ആനിമൽസിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. How will you care for your pet animals? I'm not asking you the name of pet animals. I'm asking you how will you care your pet animals? പഠിച്ചിട്ടില്ല അല്ലേ? Then Aman Madhav, how will you care for your pet animals? എങ്ങനെയാണ്? Close your textbook. Aman, close your textbook and say the answer. How will you care for? Okay. Careful. Then ആർക്കാണ് അറിയാം ആൻസർ? ആരും പഠിക്കാതെയാണോ വന്നത്? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞതല്ലേ? പഠിക്കാതെ വരുന്നത് മോശമല്ലേ? നിങ്ങൾക്ക് എക്സാം ആവാൻ പോവുകയാണല്ലേ? 25th എക്സാം അല്ലേ? അപ്പൊ പഠിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും? സാവിയോ? Clean water. Okay.
നമ്മൾ എന്ത് ചെയ്യും? ആനിമൽസിന് ആദ്യം ഫ്രഷ് ഫുഡും ക്ലീൻ വാട്ടറും കൊടുക്കും അല്ലേ? വി വിൽ കെയർ ഫോർ അവർ പെറ്റ് ബൈ ഗിവിംഗ് ഫ്രഷ് ഫുഡ് ആൻഡ് ക്ലീൻ വാട്ടർ ആൻഡ് ദെൻ ദേ feel ill, we will go for a vet അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞു അല്ലേ? We will keep the pet and its home clean. We will also take our pets to when he feel ill അല്ലേ? അസുഖമായി തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പെറ്റ് ആനിമൽസിനെ എവിടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു? വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. വെറ്റ് ആരാണ് അല്ലേ? വെറ്റ് ആണ് അനിമൽ ഡോക്ടർ അല്ലേ? അനിമൽ ഡോക്ടറിനെയാണ് നമ്മൾ വെറ്റ് എന്ന് പറയാ. നമ്മുടെ ആനിമൽസിന് എന്തെങ്കിലും അസുഖമൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ അവരെ എവിടെ കൊണ്ടുപോകും? വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. ദെൻ അത് കൂടാതെ എന്ത് ചെയ്യും? ഫ്രഷ് ഫുഡും ഫ്രഷ് വാട്ടറും കൊടുക്കും. ദെൻ ഓൾവേസ് കീപ് ദെയർ ഹോം വെരി ക്ലീൻ. എപ്പോഴും അവരുടെ വീട് നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും. ഇതൊക്കെ പറഞ്ഞതല്ലേ? Give animals to fresh food and fresh water and keep their home very clean and we will take care of our pet when they feel ill. അവർക്ക് എന്തെങ്കിലും അസുഖമായി തോന്നുന്ന സമയത്ത് we go for എവിടെയാണ്? വെറ്റിന്റെ അടുത്ത് അല്ലേ? വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ആണോ? പിന്നെ എന്താണ് ആർക്കും ഓർമ്മയില്ലാത്തത്? ദെൻ അവ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ആകെ 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതെങ്കിലും പഠിക്കണ്ടേ? എക്സാം ആവാൻ പോവാണ്. പഠിക്കാതിരുന്നാൽ എങ്ങനെ എക്സാം എഴുതും? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അന്ന് തന്നെ പഠിക്കണം എല്ലാവരും. ആരും പഠിച്ചിട്ടില്ല. സാധാരണ കുറച്ചു പേര് പഠിക്കാതിരുന്നാലും എന്താണ്, കുറെ പേര് പഠിച്ചിട്ടാ വരിക. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ ആരും ഒന്നും പഠിക്കാതെ വന്നിട്ടുള്ളത്. Then name our farm animals. Name our farm animals. Which are our farm animals? Alan. Okay, Alan. പറയുമോനെ? Cow, bullocks, horses, Hen. ducks. Okay. And hen. And hens. Okay. Are some farm animals. Okay. Cow, bullock, horse, hen ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫാം ആനിമൽസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യണം? നന്നായി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചിട്ട് മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. ദെൻ എക്സാമിന് മുമ്പ് ഇനി നിങ്ങൾക്ക് EVSന്റെ ക്ലാസ് ഇല്ല അല്ലേ? മിക്കവാറും എക്സാമിന് മുമ്പ് ഇനി EVSന്റെ ക്ലാസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. സോ എക്സാം ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള പോർഷൻസിലെ സെക്കൻഡ് സെമ്മില് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ പോർഷൻസിലെയും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസേഴ്സും വേർഡ്സിന്റെ സ്പെല്ലിങ്ങും ഒക്കെ കറക്റ്റ് ആയി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഏറ്റവും ചെയ്യേണ്ടത് എന്താണ്? ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചു നോക്കുക. നമ്മുടെ കഴിഞ്ഞ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കഴിഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചിട്ട് മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, എന്താണ് ആർക്കും എന്താണ് ഒരു മൂഡില്ലാത്തത്? ഇങ്ങനെയല്ലല്ലോ. ഇന്ന് എന്ത് പറ്റി? ആരും ഒന്നും പഠിച്ചിട്ടുമില്ല, ആർക്കും ഒരു ഉഷാറേ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യുക? എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നല്ല, അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് എക്സാം ആവാൻ വേണ്ടി പോവാണ്. സോ നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക. കാര്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? നന്നായി വായിച്ചു നോക്കണം. അതിൽ ചെറിയ ചെറിയ വേർഡ്സും ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ വേർഡ്സിന്റെ ഒക്കെ സ്പെല്ലിംഗ് ഒക്കെയാണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, then we are going to start our new chapter. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, പുതിയ ചാപ്റ്റർ എന്താണ്? People who help us. The people who help us is our new chapter. നമ്മളപ്പോ ഇതുവരെ നമ്മുടെ പെറ്റ് ആനിമൽസിനെ കുറിച്ചും നമ്മുടെ ക്ലോത്ത്സിനെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? പെറ്റ് ആനിമൽസും our ആനിമൽസും ദെൻ our green friends, നമ്മുടെ നേച്ചറിനെ കുറിച്ചൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയുള്ള പോർഷൻസിലൊക്കെ പഠിച്ചത്. Then we are going to start about
ദ പീപ്പിൾ ഹു ഹെൽപ്പ് us. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ? നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദെൻ അവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലിസൺ. അതിനു മുമ്പ് എന്നിട്ട് കുറച്ച് മാച്ച് ചെയ്യാനുണ്ട് അല്ലേ? സാധാരണ എല്ലാ പോർഷൻസിലും നമുക്ക് തരുന്ന ആക്ടിവിറ്റി പോലെ കുറച്ച് എന്തുണ്ട്, മാച്ച് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി അവിടെ ഉണ്ട്. ഡ്രോ ലൈൻസ് ടു മാച്ച്. അവിടെ എന്താണ്, 4 ആൾക്കാരുടെ എന്താണ് പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? ദെൻ 4 പേരുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് നമ്മൾ വരച്ച് മാച്ച് ചെയ്യാണ് വേണ്ടത്. സോ ഫസ്റ്റ് എന്തുണ്ട്, ഒരു പിക്ചർ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പിക്ചർ ഉണ്ട്. കുറേ ആൾക്കാരുടെ പേരും അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ടീച്ചർ, പോട്ടർ, ഡോക്ടർ, ടൈലർ, ഇങ്ങനെ 4 പേരുകൾ അവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ടീച്ചർ, ഏതാണ് ഡോക്ടർ, വിച്ച് ഇസ് പോട്ടർ ആൻഡ് വിച്ച് ഇസ് ടൈലർ എന്നാണ് നമ്മൾ വരച്ചിട്ട് ലൈൻ വരച്ച് മാച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ടീച്ചർ അല്ലേ? ആദ്യം കൊടുത്തിട്ടുള്ളത് ടീച്ചർ എന്നുള്ള പേരാണ്. അപ്പൊ ഈ പിക്ചറിൽ എത്രാമത്തെ പിക്ചറാണ് ടീച്ചറിൻ്റെ എന്ന് വെച്ചാൽ അതിലേക്ക് എന്ത് ചെയ്യാം, വരച്ചിട്ട് നന്നായി മാച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ. ദെൻ ആദിത്, വിച്ച് പിക്ചർ ഈസ് ദ ടീച്ചർ? ഇതിൽ ഏതാണ് ടീച്ചറിന്റെ പിക്ചർ? എങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? ഫസ്റ്റ് പിക്ചർ അല്ലേ? അപ്പൊ ഈ ടീച്ചറിന് എഴുതിയത് എന്ത് ചെയ്യാ, ആദ്യത്തെ പിക്ചറിലേക്ക് നേരെ വരച്ചിട്ട് മാച്ച് ചെയ്യാം. ടീച്ചർ. ദെൻ സെക്കൻഡ് പോട്ടർ അല്ലേ? പോട്ടറിന്റെ പിക്ചർ ഉണ്ട്. റയാൻ, ഇതിൽ ഏതാണ് പോട്ടർ? ഇതിൽ ഏതാണ് പോട്ടറിന്റെ പിക്ചർ? ഫോർത്ത്. ഓക്കെ, ഫോർത്ത് അല്ലേ? ആ എന്താണ്, കലമൊക്കെ ഉണ്ടാക്കുന്ന, മൺകലമൊക്കെ ഉണ്ടാക്കുന്ന പോട്ടർ. POTTER, പോട്ടർ എന്നുള്ളത് എന്ത് ചെയ്യാം, ആ ഫോർത്ത് പിക്ചറിലേക്ക് വരച്ച് മാച്ച് ചെയ്യാം. പോട്ടറിന് രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ് പോട്ടർ. സോ അത് എന്ത് ചെയ്യാം, അതിലേക്ക് വരച്ച് മാച്ച് ചെയ്യുക. ലാസ്റ്റ് ഉള്ള പിക്ചറിലേക്ക് നല്ല നീറ്റായിട്ട് വരക്കുക. ആൻഡ് തേർഡ് ഡോക്ടർ. ഡോക്ടർ അല്ലേ? അവിടെ എന്തുണ്ട്, ഡോക്ടറിന്റെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ? അതിലേക്ക് മാച്ച് ചെയ്യുക. ഏതാണ് ഡോക്ടർ? നൈല ഷക്കീർ. എത്രാമത്തെയാണ്? തേർഡ് കാണുന്ന ആ പിക്ചർ അല്ലേ? ആ പോട്ടറിന്റെ അടുത്തൊക്കെ ഉള്ള ആ പിക്ചറാണ് ആര്? ഡോക്ടർ. അറിയാലോ നിങ്ങൾക്ക് അല്ലേ? സിമ്പിൾ ആണ്. നിങ്ങൾ ഡോക്ടറിനെ ഒക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണത്. ദെൻ ലാസ്റ്റ് വൺ ടൈലർ. ടൈലർ നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി തരുന്ന ആളാണ് അല്ലേ, ടൈലർ. ദെൻ അവിടെ ഒരു പിക്ചർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, ടൈലറുടെ പിക്ചർ. അപ്പോൾ ടൈലറുടെ പിക്ചറിലേക്ക് എന്ത് ചെയ്യാ, വരച്ചിട്ട് മാച്ച് ചെയ്യാം. അപ്പോ ഏതൊക്കെയായി? ടീച്ചർ, പോട്ടർ, ഡോക്ടർ, ടൈലർ, ഇത്രയും വരച്ച് മാച്ച് ചെയ്തല്ലോ. ആർ യു ഫിനിഷ്? Okay, then we will start our chapter. Listen, look at your textbook and listen here. ഞാൻ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ശ്രദ്ധിക്കുക. ഏത് പോർഷനാണ് വായിക്കുന്നത്, ഏതാണ് വായിക്കുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ഒക്കെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. മിസ് വായിക്കുമ്പോൾ കൂടെ തന്നെ ശ്രദ്ധിച്ച് വായിക്കുക, എന്നാൽ മാത്രമേ കറക്റ്റ് വേർഡ് എങ്ങനെയാണ് വായിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളും എന്ത് ചെയ്യും, വായിക്കാൻ വേണ്ടി പഠിക്കും. സോ many people help us. They make our lives comfortable. നമ്മളെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് എന്താവുന്നത്, സ്മൂത്ത് ആയിട്ട് പോകുന്നത് അല്ലേ? നമ്മളെ ഒരു കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ ആളില്ലെങ്കിൽ എന്താണ്, ബുദ്ധിമുട്ടാണല്ലേ? ഇപ്പോ നമുക്ക് അസുഖം വന്നു, വി വിൽ ഗോ ഫോർ എ ഡോക്ടർ. നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോകും. ദെൻ നമുക്ക് ഒരു ഡ്രസ്സ് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ട്, നമ്മൾ എവിടെ പോവും? ടൈലറുടെ അടുത്ത് പോവും അല്ലേ? ദെൻ നമ്മൾ പഠിക്കാൻ വേണ്ടി എവിടെ വരുന്നുണ്ട്?
സ്കൂളിൽ വരുന്നുണ്ട് അല്ലേ? ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നില്ല നിങ്ങളെ? ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ? സോ എല്ലാവരും എന്താണ്, നമ്മള് ഓരോരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കാറല്ലേ? നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? നോ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? എല്ലാവരെയും ഓരോരോ കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? സോ അങ്ങനെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് അവർ ലൈഫ് കംഫർട്ടബിൾ ആയിട്ട് മാറുന്നത് അല്ലേ? സോ ഫസ്റ്റ് പേഴ്സൺ നോക്കാം, ടീച്ചർ. Then we are going to study about teacher. Who is a teacher? ആരാണ് ടീച്ചർ? ടീച്ചർ ആരാണ്? ആരാണ് ടീച്ചർ? അമൃത, ആരാണ് ടീച്ചർ? ടീച്ചർ നിങ്ങളെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാറ്? Who is a teacher? നിങ്ങളുടെ വേർഡ്സിൽ ഒരു ടീച്ചർ എന്ന് വെച്ചാൽ ആരാണ്? എഴുതിപ്പിക്കും. പഠിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും വായിപ്പിക്കുകയും ഒക്കെ ചെയ്യുമല്ലേ? സോ എ ടീച്ചർ ഈസ് ഹെൽപ്പ് us to study well and read and write. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ ടീച്ചറാണ് അല്ലേ? നമ്മൾ വായിക്കാനും എഴുതാനും പഠിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ടീച്ചർ. സോ അവരൊക്കെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് അവർ ഹെൽപ്പിംഗ് പീപ്പിൾ. നമ്മളെ എല്ലാ ദിവസമുള്ള നമ്മുടെ ലൈഫിൽ ഓരോരോ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹെൽപ്പിംഗ് പീപ്പിളിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? എ ടീച്ചർ വർക്ക് ഇൻ എ സ്കൂൾ. ടീച്ചർ എവിടെയാ ജോലി ചെയ്യുക? സ്കൂളിലാണ് അല്ലേ? ഹോസ്പിറ്റലിലാണോ ടീച്ചർ ഉണ്ടാവുക? നോ, സ്കൂളിലാണ് ടീച്ചർ ഉണ്ടാവുക അല്ലേ? എ ടീച്ചർ വർക്ക്സ് ഇൻ എ സ്കൂൾ. ടീച്ചർ ജോലി ചെയ്യുന്നത് സ്കൂളിലാണ്. Then she teaches children to read and write. എന്താണ്? കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നത് ആരാണ്? ടീച്ചർ. Teacher teaches children to read and write. എഴുതാനും വായിക്കാനും കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരാണ്? ടീച്ചറാണ് എന്നാണ് പറയുന്നത്. Then she also tells them stories and poems. നിങ്ങൾക്ക് പാട്ടുകളും കഥകളും ഒക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരാറുണ്ട് അല്ലേ? പറഞ്ഞു തരാറില്ലേ? LKG UKG ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്താണ്, ഒരുപാട് പാട്ടും കഥയും ഒക്കെ പറയുമായിരുന്നു. Then ഇയേഴ്സ് പോകുന്തോറും നിങ്ങൾ ക്ലാസ് എന്താണ് കൂടിക്കൊണ്ടിരിക്കും. സോ അപ്പൊ എന്താണ്, പാട്ടിന്റെയും കഥയുടെ ഒക്കെ എണ്ണം കുറഞ്ഞു വരും അല്ലേ? കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമ്പോ എന്താണ്, കുറച്ച് സമയം പാട്ടും കഥയും ഒക്കെ ആയിട്ട് പോകും അല്ലേ? അപ്പൊ ടീച്ചർ ആരാണ്? നമ്മള് എഴുതാനും വായിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. സോ ഷീ ഓൾസോ ടെൽസ് ടു സ്റ്റോറീസ് ആൻഡ് പോയംസ്. പാട്ടും കഥയും ഒക്കെ പറഞ്ഞു തന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ടീച്ചർ എന്നാണ് പറയുന്നത്. So a teacher works in a school. She teaches children to read and write. Then she also tells them stories and poems. എന്താണ്, സ്റ്റോറിയും പോയമും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? A teacher works in a school. She teaches children to read and write. She also tells them stories and poems. എന്താണ് പറയുന്നത്? എന്താണ്, പാട്ടും കഥകളും ഒക്കെ പറഞ്ഞു തരും. Then എന്താണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. സോ ആരാണ് ടീച്ചർ? എ ടീച്ചർ, ഷി വർക്ക്സ് ഇൻ എ സ്കൂൾ ആൻഡ് ഷി ഓൾസോ ടീച്ചേഴ്സ് ചിൽഡ്രൻ ടു റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് ഷി ഓൾസോ ടെൽസ് സ്റ്റോറീസ് ആൻഡ് പോയംസ് ഫോർ ചിൽഡ്രൻസ്. കുട്ടികൾക്ക് വേണ്ടി കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു തരും. അത് കൂടാതെ എന്താണ്, എഴുതാനും വായിക്കാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പും ചെയ്യാറുണ്ട് അല്ലേ? ഉണ്ട്. അതിനാണല്ലോ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് അല്ലേ? ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, നിങ്ങൾ സ്കൂളിലേക്ക് വരിക അല്ലെ? എഴുതാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടിയും പിന്നെ ടീച്ചേഴ്സ് പറയുന്ന കഥകൾ കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എവിടെ വരുന്നത്? സ്കൂളിൽ വരുന്നത് അല്ലേ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ എന്താണ്, റെഗുലർ ക്ലാസ് അല്ലാത്തത് കൊണ്ടാണല്ലേ. ഇപ്പൊ നമ്മൾ എന്താണ്, ഫുൾ ടൈം ക്ലാസ്സിൽ കയറുന്ന സമയം മുഴുവൻ നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? ഒരു 40 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് ഉള്ളതെങ്കിൽ കയറിയപ്പോ തൊട്ട് എന്താണ്, ക്ലാസ് എടുക്കുക ചെയ്യുന്നല്ലേ? അതിന്റെ ഇടയിൽ നമുക്ക് കഥ പറയാനും പാട്ട് പാടാനും ഒന്നും ടൈം ഇല്ലാത്തത് കൊണ്ടല്ലേ? ദെൻ നമ്മുടെ റെഗുലർ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് പാട്ടും കഥയും ഒക്കെ പറയായിരുന്നു അല്ലേ? ദെൻ ഇപ്പൊ നമുക്ക് അതിന് പറ്റാത്തത് കൊണ്ടാണല്ലേ? ഇല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ ഫ്രീ ആയി കിട്ടുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പാട്ടും കഥകളും ഒക്കെ പറയുമായിരുന്നു നമ്മള്. സോ എന്താണ്, ടീച്ചർ ഈസ് വർക്ക് ഇൻ എ സ്കൂൾ ആൻഡ് ഷീ ടീച്ചേഴ്സ് children to read and write, and she also tells to stories and poems for children. Clear? She is a teacher. A teacher is working in a school.
ഒരു സ്കൂളിൽ ജോലി ടീച്ചർ സ്കൂളിലാണ് ജോലി ചെയ്യാറ്. ദെൻ അവർ കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കും അല്ലേ. ദെൻ ഓൾസോ ടെൽസ് ദം സ്റ്റോറീസ് ആൻഡ് പോയംസ്. കുട്ടികൾക്ക് കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞും കൊടുക്കാറുണ്ട്. ഓക്കെ, ടീച്ചർ ആരാണെന്ന് മനസ്സിലായോ? Then who is a teacher എന്ന് ചോദിച്ചാൽ പറയില്ലേ? A teacher works in a school and she teaches children to read and write and then also tells them stories and poems. കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞും കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. Clear? Then doctor. A doctor works in a hospital. He treats us when we fall sick. He gives us medicine. ഡോക്ടർ എവിടെയാണ് ഉണ്ടാവുക? എവിടെയാണ്? ഹോസ്പിറ്റലിലാണ് അല്ലേ. ടീച്ചർ സ്കൂളിലാണ്, ഡോക്ടർ ഹോസ്പിറ്റലിലാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് നമ്മൾ എവിടെ പോവുക? ഡോക്ടറുടെ അടുത്ത് പോവാറ് അല്ലേ. ഡോക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ അവരാണ് നമ്മളെ മെഡിസിൻസ് ഒക്കെ തന്ന് ട്രീറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ അസുഖം ഭേദാക്കുന്നത് അല്ലേ. A doctor works in a hospital. He treats us when we fall sick. He gives us medicine. നമ്മൾ എപ്പോഴും നമുക്ക് അസുഖം വരുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ എവിടെ പോവും? ഡോക്ടറെ അടുത്ത് പോവും. Then doctor gives us medicine. The doctor gives us medicine and നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. മരുന്നൊക്കെ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡോക്ടർ. ഒന്നുമില്ല, എന്താണ് ടീച്ചർ എന്ന് വെച്ചാൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികളെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് ആരാണ്? ടീച്ചറാണ്. അത് കുട്ടികൾക്ക് കഥയും പാട്ടും ഒക്കെ ടീച്ചർ പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യും. ദെൻ അത് കൂടാതെ doctor. A doctor works in a hospital. He treats us when we fall sick. He gives us medicine. നമുക്ക് അസുഖങ്ങൾ വരുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോവുക. ഡോക്ടറാണ് നമുക്ക് എന്ത് തരുന്നത്? മരുന്നൊക്കെ തരുന്നത് എന്നാണ് പറയുന്നത്. Then പോസ്റ്റ്മാൻ. പോസ്റ്റ്മാനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോക്ടറിനെയും ടീച്ചറിനെയും ഒക്കെ നിങ്ങൾക്ക് അറിയാം. പോസ്റ്റ്മാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാണ് പോസ്റ്റ്മാൻ? ഹു ഈസ് പോസ്റ്റ്മാൻ? ഹാദിയ. പോസ്റ്റ്മാൻ ആരാണ്? ഹാദിയ. പോസ്റ്റ്മാനെ കത്തൊക്കെ കൊണ്ടുതരുന്ന ആളല്ലേ. കണ്ടിട്ടുണ്ടോ പോസ്റ്റ്മാനെ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ ഇടയ്ക്ക് എന്താണ് നമുക്ക് എന്തെങ്കിലും ലെറ്റേഴ്സും ദെൻ വേറെ എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടീസും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കൊണ്ടുതരുന്നത് ആരാണ്? പോസ്റ്റ്മാൻ ആണ് അല്ലേ. പോസ്റ്റലായിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾ ആരെങ്കിലും പോസ്റ്റൽ വഴി നമുക്ക് കത്തെഴുതാം അല്ലേ. ഇപ്പൊ എന്താണ് ഒരുപാട് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് കത്തൊന്നും എഴുതാറില്ല അല്ലേ. എപ്പോഴും എന്താണ് ആരുടെയെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഫോൺ വിളിക്കും, ഇല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അല്ലേ. കത്തുകളൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റൽ വഴി വരാറുണ്ട്. അപ്പൊ പോസ്റ്റ് ഓഫീസിൽ വരുന്ന ഈ ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുതരുന്ന ആളാണ് ആര്? പോസ്റ്റ്മാൻ. A postman works in a post office. He brings letters for us. നമുക്ക് കത്തുകളൊക്കെ കൊണ്ടുതരും അല്ലേ. അപ്പൊ teacher work in a school. She teaches the children to read and write and she also tells them to stories and poems. കുട്ടികൾക്ക് എന്ത് സ്കൂളിലാണ് ടീച്ചർ ഉണ്ടാവുക. ദെൻ കുട്ടികളെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. കൂടാതെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഥയും പാട്ടുകളും ഒക്കെ പറഞ്ഞും തരാറുണ്ട് ടീച്ചേഴ്സ്. ദെൻ അത് കൂടാതെ ആരാണ്? ഡോക്ടർ. Doctor works in a hospital. He treats us when we feel sick. നമുക്ക് അസുഖമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക അല്ലേ. ഡോക്ടറെ അടുത്ത് പോയാൽ നമുക്ക് എന്ത് തരും? മെഡിസിൻ തരും അല്ലേ. ചിലപ്പോ വല്ല ഇഞ്ചക്ഷൻ ഒക്കെ തരേണ്ടതാണെങ്കിൽ ഇഞ്ചക്ഷനും തരാറുണ്ട് അല്ലേ. ഡോക്ടറുടെ അടുത്ത് നിന്ന് കുത്ത് കിട്ടാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് പോയാല് കിട്ടാറുണ്ടോ? ഇഞ്ചക്ഷൻ കിട്ടാറുണ്ടോ? ഇഷ്ടാണോ ഇഞ്ചക്ഷൻ എടുക്കാൻ? നല്ല ഇഷ്ടാണല്ലേ എല്ലാവർക്കും? ഇഷ്ടല്ല അല്ലേ. ഓക്കെ, ഇഞ്ചക്ഷൻ എടുക്കാൻ ഇഷ്ടമല്ല അല്ലേ. പേടിയാണല്ലേ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ അസുഖമൊക്കെ ആയിട്ട് ഡോക്ടറുടെ അടുത്ത് പോയാല് വല്ല ഇഞ്ചക്ഷൻ ഒക്കെ തരേണ്ടതാണെങ്കിൽ ഇഞ്ചക്ഷൻ തരും, അല്ലെങ്കിൽ എന്താണ് മെഡിസിനും ടാബ്ലറ്റ് ഒക്കെ തരും. മരുന്ന് കഴിക്കാൻ ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ. മരുന്ന് കഴിക്കാൻ മടിയുണ്ടോ?
ഇല്ല. അപ്പോൾ മരുന്ന് കഴിച്ചാലാണ് എന്ത് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എവിടെ പോവുക? ഹോസ്പിറ്റലിൽ പോവുക അല്ലേ? ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനോ മരുന്നോ ഒക്കെ തന്ന് നമ്മുടെ അസുഖങ്ങളൊക്കെ റെഡിയാക്കി നമ്മളെ ഹെൽത്തി ആക്കി മാറ്റുന്ന ആളാണ് ആര്? ഡോക്ടർ. ദെൻ postman. Postman has work in a post office. Postman works in a post office. Postman എവിടെയാണ് ഉണ്ടാവുക? പോസ്റ്റ് ഓഫീസിലാണല്ലേ? അങ്ങോട്ടാണ് നമുക്ക് ആരെങ്കിലും ലെറ്റേഴ്സ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതൊക്കെ വരിക പോസ്റ്റ് ഓഫീസിലേക്കാണ്. ദെൻ അവിടുന്ന് അതൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ആ ലെറ്റേഴ്സിന്റെ പുറത്തുള്ള അഡ്രസ്സിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുതരുന്ന ആളാണ് postman. Okay, a postman works in a post office. He brings letter for us. Okay, നമ്മൾ പഠിച്ചത് എന്താണ്? 3 പേരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. Our helping people. They are always help us. നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. Teacher works in a school. She teaches read and write to children and she also tells stories and poems അല്ലേ? Then doctor. A doctor works in a hospital and he treats us when we fall sick. He gives us medicine. നമ്മൾ അസുഖം വരുമ്പോൾ ഡോക്ടറെ അടുത്താണ് പോവാറ്. ഡോക്ടർ ഹോസ്പിറ്റലിലാണ് ഉണ്ടാവുക. നമ്മുടെ അസുഖമൊക്കെ നമുക്ക് മരുന്നൊക്കെ തന്ന് എന്താണ് ഭേദമാക്കിയിട്ട് നമ്മളെ ഹെൽത്തി ആക്കി മാറ്റുന്ന ആളാണ് ഡോക്ടർ. ദെൻ postman. A postman works in a post office and he brings letters for us. And he brings letters for us. നമുക്ക് കത്തുകളൊക്കെ കൊണ്ടുതരുന്ന ആളാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണം? അപ്പോ നന്നായിട്ട് ഇത് 3 വായിച്ചു നോക്കണം. ടീച്ചർ, ഡോക്ടർ, പോസ്റ്റ്മാൻ. ദെൻ നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് 1-2 ഹെൽപ്പിംഗ് പീപ്പിളിനെ കുറി കുറച്ച് ഹെൽപ്പിംഗ് പീപ്പിൾസിനെ കുറി പഠിക്കാനുണ്ട്. ദെൻ അത് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ എന്ത് ചെയ്യണം? എക്സാമിന് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻ, അവർ പെറ്റ്സ് വരെയുള്ള പോർഷൻ, അവർ ഗ്രീൻ ഫ്രണ്ട്സ് മുതൽ നമ്മുടെ പെറ്റ്സ് വരെയുള്ള നമ്മുടെ 3 പോർഷൻസ് ആണല്ലേ ഉള്ളത്. ആ 3 പോർഷൻസും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. മെയിനായിട്ട് വേർഡ്സിൻ്റെ ഒക്കെ സ്പെല്ലിങ് കറക്റ്റായിട്ട് വേർഡ്സിൻ്റെ സ്പെല്ലിങ് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് തവണ നന്നായിട്ട് വായിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കാം. മിസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ടെക്സ്റ്റ് ബുക്കിലെ ഈ 3 പോർഷൻസും എക്സാമിന് വരുന്ന 3 പോർഷൻസും എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ചു നോക്കുക. ഒരുപാട് തവണ വായിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നമ്മുടെ ടൈം തീരാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എക്സാമിന് മുമ്പേ ഇനി നമുക്ക് EVSന്റെ ക്ലാസ് കിട്ടുമോയെന്ന് അറിയില്ല. ദെൻ എന്ത് ചെയ്യുക? എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മുഴുവൻ പേർക്കും ഫുൾ മാർക്ക് ഉണ്ടാവില്ലേ? മേ ബി 25-ലായിരിക്കും എക്സാം ഉണ്ടാവുക. 25-ലാണെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാവരും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യണം. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ.